നമസ്കാരം. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ ഈ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി CPM-ഉം BJP-യും ധാരണ ഉണ്ടായിരുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ ഈ കോൺഗ്രസ്സുകാരൊക്കെ ഉന്നയിച്ചു വരുന്നതാണ്. തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞതോടുകൂടി തന്നെ ഈ സംശയം കൂടുതൽ ബലപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് വോട്ട് ചോർച്ച UDF ക്യാമ്പിൽ നിന്നാണ് കൂടുതൽ എങ്കിലും ഇടത് കേട്ട വോട്ടുകൾ പോൾ ചെയ്യാതെ പോയതും ചില ശക്തി കേന്ദ്രങ്ങളിലെ ചോർച്ചയുമൊക്കെ UDF ആരോപണത്തിന് സത്യത്തിൽ അത് കരുത്തു പകരുന്നതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ED കേസുകൾ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനെയും CPM-നെയൊക്കെ വരുതിയിലാക്കാൻ BJP-ക്ക് സാധിച്ചുവെന്നാണ് ഇതുവഴിയുള്ള ഒരു ആക്ഷേപം എന്ന് പറയപ്പെടുന്നത്. തൃശ്ശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ തോറ്റുപോയത് അല്ലെങ്കിൽ തോറ്റത് വലിയ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സംയുക്താന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ട് CPI ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തു. ഇത് സംബന്ധിച്ചുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയായിട്ടുള്ള D രാജ CPM ജനറൽ സെക്രട്ടറിയായിട്ടുള്ള സീതാറാം യെച്ചൂരിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി തൻ്റെ സംശയം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വോട്ടെടുപ്പ് ഫലം വന്നതോടെ CPI സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കാണുകയും ചെയ്തു. പുതുതായി ചേർച്ച വോട്ടുകളിൽ CPM കേഡർ വോട്ടുകൾ അടക്കമുള്ള ധാരാളം വോട്ടുകൾ ചോർന്നു പോയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പോൾ ചെയ്യാത്തതും CPM ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയുമൊക്കെ സംഘടിതമാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗം എപ്പോഴും CPI-യിൽ ഉണ്ട് എന്നുള്ളതാണ്. പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായിട്ടുള്ള വീഴ്ചകളുമൊക്കെ സംയുക്തമായി അന്വേഷിക്കണമെന്നാണ് CPI ഉന്നയിക്കുന്ന ഒരു ആവശ്യമെന്ന് പറയപ്പെടുന്നത്. ഇക്കാര്യത്തിൽ CPM നേതൃത്വത്തിൻ്റെ നിലപാട് ഇതുവരെ വ്യക്തമായിട്ടില്ല. അതായത് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ BJP-യുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് LDF അവകാശപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. EP ജയരാജൻ ആ പ്രശംസ കൂടി വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങൾ തുറന്ന് സംബന്ധിച്ചതുമൊക്കെ തോൽവിയുടെ ആഘാതം അല്ലെങ്കിൽ ആക്കം കൂട്ടി എന്നാണ് CPI-യുടെ ആരോപണം എന്ന് പറയുന്നത്. അതായത് വർഷങ്ങളായിട്ട് തൃശ്ശൂരിൽ തടകമാക്കി EP-യുടെ നീക്കങ്ങളെ സംശയത്തോടു കൂടി കാണേണ്ട അവസ്ഥയിലേക്ക് CPI എത്തി എന്നുള്ളതാണ്. BJP-ക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമായിരുന്നു പ്രസ്താവനകൾ എന്ന് വേണമെങ്കിൽ വിമർശനങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒത്തുകളെയൊക്കെ കുറിച്ച് തുടക്കം മുതലേ ആക്ഷേപമുള്ളതിനാൽ പ്രശ്നത്തിൽ CPM-ന്റെ സംഘടനാ പരിശോധന മാത്രം പോരെന്ന ഒരു നിലപാടിലേക്ക് CPI എത്തിച്ചേർന്നിരിക്കുകയാണ്. സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ഡലത്തിലെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ അതെടുക്കാതിരുന്നത് തിരിച്ചടിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ CPI കേന്ദ്രങ്ങളടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് BJP മുതലെടുക്കുകയും ED അന്വേഷണം ഉൾപ്പെടെ വന്നപ്പോൾ പാർട്ടി തലത്തിൽ കർശനമായിട്ടുള്ള നടപടിയോ തിരുത്തലോ ഉണ്ടാകാത്തതും വലിയ ക്ഷീണമായി മാറി CPM-ന്. പ്രചരണ വിഷയമായപ്പോൾ കരുവന്നൂർ ഒരു പ്രശ്നമല്ലെന്ന് വരുത്തി തീർക്കുവാൻ പ്രചരിപ്പിക്കുവാനുമായിരുന്നു CPM-ന്റെ ശ്രമം. അപ്പോൾ സുരേഷ് ഗോപി പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രംഗത്ത് വന്നത് എല്ലാം വലിയ നേട്ടമായി സുരേഷ് ഗോപിക്ക് മാറ്റമുണ്ടാക്കിയെടുത്തു. എന്നിട്ടും CPM കുറ്റക്കാരെ സംരക്ഷിക്കുവാൻ തന്നെ കൂടെ നിൽക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിനൊപ്പം വൻ തിരിച്ചടിയായത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇവിടെ പ്രശ്നം വഷളാക്കിയ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും തക്ക സമയത്ത് നിയന്ത്രിച്ചില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായിട്ടുള്ള ഒരു എതിർപ്പിന് വഴിയൊരുക്കുവാൻ CPM-ന് കഴിഞ്ഞു എന്ന് തന്നെയാണ് CPI-യുടെ കണക്കുകൂട്ടൽ. BJP-ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുക്കുവാൻ നേതാക്കളുടെ ബോധപൂർവമായിട്ടുള്ള നിസ്സംഗതയോ അല്ലെങ്കിൽ സംഘടനാ വീഴ്ചയോ കാരണമായിട്ടുണ്ട്. അത് കണ്ടെത്തണമെന്ന് തന്നെയാണ് CPI വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. തൃശ്ശൂർ, ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, നാട്ടിക, ഇരിങ്ങാലിക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയപ്പെടുന്നത്. ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴികെയുള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP-ക്ക് ലീഡ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഗുരുവായൂരിൽ BJP മൂന്നാമത് ആയിപ്പോയി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഒന്നാമതായിരുന്നു. സുരേഷ് ഗോപിയുടെ മണ്ഡലം തിരിച്ചുള്ള ഭൂരിപക്ഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. തൃശ്ശൂരിൽ 14,117, നാട്ടികയിൽ 14,945, ഇരിഞ്ഞാലക്കുടയിൽ 13,016, പുതുക്കാട്ട് 12,692, ഒല്ലൂരിൽ 10,361, മണലൂരിൽ 8,013. ഇങ്ങനെയാണ്. ഗുരുവായൂരിലും മണലൂരിലും ഒല്ലൂരിലും നാട്ടികയിലും പുതുക്കാടും LDF 2ാം സ്ഥാനത്തായപ്പോൾ UDF ഗുരുവായൂരിൽ 1ാമതായി എത്തി എന്നുള്ളതാണ്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. 1ാം സ്ഥാനത്ത് 6 നിയോജക മണ്ഡലങ്ങളിൽ BJP എത്തുന്നു, സുരേഷ് ഗോപി എത്തിച്ചേരുന്നു. ആകെ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് 1ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് ഈ UDF എന്ന് പറയപ്പെടുന്നത്. LDF-ന്റെ സാധ്യതകൾ അടക്കം ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ടാണ്? തൃശ്ശൂരിൽ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിക്കുവാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് നിരത്തുന്നത് സ്ത്രീകളുടെ വോട്ടുകൾ വളരെ കൃത്യമായി സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ഈ സ്ത്രീകളുടെ വോട്ടുകൾ ലഭിക്കുവാനുണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം 3 പ്രാവശ്യമെങ്കിലും പ്രധാനമന്ത്രി ഈ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനമുണ്ടായിരുന്നു. ഒരിക്കൽ ഈ വനിതകളുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടിട്ട് വനിതകൾ ഏർപ്പെടുത്തിയ ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന വനിതകൾ ഏർപ്പെടുത്തിയ ഒരു കൂട്ടായ്മയിൽ തൃശ്ശൂരിലെത്തുകയും
അദ്ദേഹം അവിടെ വനിതകളുമായിട്ടുള്ള സംഗമത്തിൽ പങ്കെടുക്കുകയും വലിയ പ്രതീക്ഷ അന്നുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ആ ഒരു യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് എത്തുകയുണ്ടായി. അതിനുശേഷം ഒരിക്കൽ കൂടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തനങ്ങളുമായി, പ്രചാരണ യോഗങ്ങളുമായി, തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും സുരേഷ് ഗോപിയുടെ ഈ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അങ്ങനെ പ്രധാനമന്ത്രിയുടെ നിരന്തരമായിട്ടുള്ളൊരു വരവ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തൊരു സ്വാധീനം, ഒപ്പം തന്നെ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സുരേഷ് ഗോപി നടത്തിയ പദയാത്ര അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വലിയ ഗുണമുണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മരണപ്പെട്ടവരുടെ അടക്കം വീടുകളിലേക്ക് എത്തപ്പെടുകയും അവർക്ക് സഹായം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു തൃശ്ശൂരിൽ. അത് രാഷ്ട്രീയപരമായിട്ടാണോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ കഴിഞ്ഞ 3 ഘട്ടമായിട്ട് സുരേഷ് ഗോപി നിയമസഭയിലും ലോക്സഭയിലുമായിട്ട് മത്സരിക്കുന്ന തൃശ്ശൂരിൽ അദ്ദേഹം അവിടുത്തെ ജനങ്ങളുമായിട്ട് സംവദിക്കുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമുള്ള ശ്രമം നടത്തി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സഹകരണ ബാങ്ക് പ്രശ്നം വന്നപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പദയാത്ര അടക്കം തൃശ്ശൂരിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരിമാർക്കുമെല്ലാം വലിയ ആവേശമുണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അവിടെ മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ 75,000-ലേക്ക് അധികം വരുന്ന വോട്ടുകളിൽ സുരേഷ് ഗോപി അവിടെ വിജയിക്കാൻ പോകുന്നില്ല. അത്ര സാധ്യതയൊന്നും BJPക്ക് അവിടെ ഇല്ല. അത് സുരേഷ് ഗോപിയോടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ വേണം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിജയം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസും CPIയും ഒക്കെ ഇതിന് മറ്റ് പല വാദങ്ങൾ മുന്നോട്ട് വെച്ചാലും CPI പറയുന്നത് ശരിയായിരിക്കാം, CPMൻ്റെ വോട്ടുകളൊക്കെ മാറിപ്പോയിരിക്കാം, അല്ലെങ്കിൽ CPMൻ്റെ പ്രചരണ തലത്തിൽ സംഘടനാ തലത്തിലെ പിഴവുകൾ ഉണ്ടായിരിക്കാം, പലപ്പോഴും EP ജയരാജൻ അടക്കമുള്ളവരുടെ വാദഗതികൾ ഒക്കെ ഇതിന് ചിലപ്പോൾ തടസ്സവാദങ്ങളായി മാറിയേക്കാം, അല്ലെങ്കിൽ CPMന് വോട്ട് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ CPIക്ക് വോട്ട് ചെയ്യാതിരിക്കുവാനുള്ള വാചകങ്ങളായി CPIMൻ്റെ നേതാവായിട്ടുള്ള EP ജയരാജൻ്റെ വാക്കുകൾ മാറിയിട്ടുണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂരിൽ നേടിയെടുത്തത് രാഷ്ട്രീയ വിജയം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ എല്ലാവർക്കും എല്ലായിടത്തും ലഭിക്കുന്നതാണ്. പകരം ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നേട്ടം നേടിയെടുക്കുവാൻ സുരേഷ് ഗോപിക്കായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇല്ലെങ്കിൽ മുരളീധരൻ എങ്ങനെ 3ാം സ്ഥാനത്ത് പോയി, എന്തുകൊണ്ടാണ് VS സുനിൽകുമാർ 2ാം സ്ഥാനത്തേക്ക് എത്തേണ്ടി വന്നത് എന്നുള്ളത് ചിന്തിച്ചാൽ മാത്രം മതി. സംഘടനാ തലത്തിലെ പിഴവുകളാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലുള്ള സംഘടനാ നേതാക്കൾ അടക്കമുള്ളവരുടെ പാരവയ്പ്പാണെങ്കിലും എന്തായാലും രാഷ്ട്രീയപരമായിട്ടുള്ള വിജയം തന്നെയാണ് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നത് വലിയ വനിതാ പ്രാതിനിധ്യമാണ് അതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വ്യക്തിബന്ധങ്ങളും അതിന് തുണയായി എന്ന് വേണമെങ്കിൽ പറയാം.